നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്ക് വെച്ച വൈദ്യുതി കിണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു എന്ന ഖേദകരമായ വാർത്തയാണ് അല്പസമയം മുമ്പ് വന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഷിനോജ് എസ്.ടി ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷിനോജ്, മരിച്ച വിദ്യാർത്ഥിയുടെ ഡീറ്റെയിൽസ് എന്താണ്? മൊത്തം 4 പേരുണ്ടായിരുന്നു, അതിൽ ബാക്കി 3 പേരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്? പ്രജീഷ്, അവർ 4 പേരായിട്ടാണ് മീൻ പിടിക്കുന്നതിന് വേണ്ടി പോയത്. ഫുട്ബോൾ മത്സരം കഴിഞ്ഞ് അതിനുശേഷം മീൻ പിടിക്കുന്നതിന് വേണ്ടി പോകുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ കാട്ടുപന്നിക്ക് വച്ച കിണിയിൽ നിന്നുള്ള വൈദ്യുതി അതിൽ ലൈനിൽ തട്ടി ഈ ഒരു കുട്ടി, ജിത്തു എന്നാണ് പേര്, 15 വയസ്സാണ് പ്രായം, കുട്ടി മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മറ്റ് 3 പേർക്ക് പരിക്കുണ്ട്. അതിൽ നിലവിൽ ഒരു കുട്ടിയെ മാത്രമാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. മറ്റ് 2 പേരെ സമീപത്ത് തന്നെയുള്ള മറ്റൊരു ആശുപത്രിയിലാണ് നിലവിൽ ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. ഈ മരിച്ച കുട്ടി 15 വയസ്സ് പ്രായം, ജിത്തു എന്നാണ് പേര്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. എന്തായാലും മറ്റ് ചില ആളുകൾ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും മറ്റുള്ള വിവരങ്ങൾ എന്തെങ്കിലും? മരണപ്പെട്ടിട്ടുള്ളത് ജിത്തു ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ബാക്കിയുള്ളത് യദു കൃഷ്ണനും ഷാനു വിജയുമാണ്. ഷാനു വിജയ് +2 വിദ്യാർത്ഥിയാണ്, +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. യദു കൃഷ്ണനും ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇവർ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 3 പേരും ഈ ഇത്തരത്തിൽ മരണം ഈ മീൻ പിടിക്കാൻ പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത്. സ്ഥിരം ഇത്തരത്തിൽ വന്യമൃഗാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. മറ്റുള്ള പേരുകൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. യദു കൃഷ്ണൻ, അതുപോലെ തന്നെ മറ്റൊരു പേര് കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ 3 പേരാണ് ഇത്തരത്തിൽ ഈ പരിക്കേറ്റിട്ടുള്ളത്. അവരെ 2 പേരെ സമീപത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് നമുക്കിപ്പോൾ ആശുപത്രികളിൽ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. പക്ഷേ അതിദാരുണമായ വാർത്ത, 15 വയസ്സ് മാത്രം പ്രായമുള്ള ജിത്തു. നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ കാട്ടുപന്നി ശല്യം, വന്യമൃഗങ്ങളുടെ ശല്യമുള്ള മേഖലയാണ്. ഇത്തരത്തിലുള്ള കെണികളൊക്കെ ഒരുക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ചൊക്കെയുള്ള മുന്നറിയിപ്പുകൾ അറിയിക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയോ? കാരണം 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മരണപ്പെടുന്നത്. ബാക്കിയുള്ള ആളുകളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊക്കെയുള്ള ആശങ്കകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് പറ്റിയത് എന്ന് പ്രദേശവാസികൾ പറയുന്നത് എങ്ങനെ? ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ദൃക്സാക്ഷികളായിട്ട് ആളിൽ തന്നെ ഇല്ല. പക്ഷേ ഒരാളുണ്ടായിരുന്നു. കാരണം അത് കൊണ്ടുവന്ന ആളാണ്. അതായത് ഈ കുട്ടി അവിടെ നിന്ന് എടുത്ത് ആശുപത്രിയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന ആളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹമായി സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയുണ്ട്. ആശുപത്രിക്കുള്ളിലാണ് അയാൾ ഉള്ളത്. അപ്പോൾ അയാൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിൽ 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ മരണപ്പെട്ടു, മറ്റ് 3 പേർ ചികിത്സയിലാണ്. അതിൽ 2 പേരെ ചികിത്സ ഇവിടെ സമീപത്ത് തന്നെയുള്ള ഒരു ആശുപത്രിയിൽ തുടരുന്നു. ഒരാൾ അല്പം ഗുരുതരമായ പരിക്കോടുകൂടി നിലവിൽ ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ബന്ധപ്പെട്ട് മറ്റ് ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഷിനോജ് എസ്.ടി ആണ് വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് നൽകിയത്. നിലമ്പൂർ വഴിക്കടവിലാണ് ദുരന്തം സംഭവിച്ചത്.